weaknesses അതേപോലെ തന്നെ ഫ്രീലാൻസ് ആയിട്ട് സോഷ്യൽ ഏജൻസി ഏജൻസി ഇന്ത്യയാണ് അപ്ലൈ ചെയ്യാനാണ്. നമ്മൾ 9 years ആയിട്ട് നമ്മൾ ഇൻഡസ്ട്രിയിലേക്ക് പോകുന്ന ഡ്രഗ് അല്ലാതെ ഉള്ള ഇപ്പോൾ സ്മോൾ ക്വാണ്ടിറ്റി ഡ്രഗ്സും നമ്മൾ ഇൻഫോർമേഷൻസ് ശേഖരിച്ച് നമ്മുടെ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ് NCB ISD പോലീസ് എക്സൈസ് അങ്ങനെ നിരവധി ഏജൻസിക്ക് നമ്മൾ പിടിച്ചു കൊടുക്കുകയാണ് ഡയറക്റ്റ്. അപ്പോൾ ഞാൻ തന്നെയാണ് നമ്മൾ ഫണ്ട് ഇനിഷ്യേറ്റ് ചെയ്തും പ്ലാൻ എക്സിക്യൂട്ട് ചെയ്തും ഇവർക്ക് പിടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ഭാഗത്ത് ഇത് ചെയ്യുന്നത് എന്താ വെച്ചാൽ ഇതിൻ്റെ പാഷനാണ് ഈ കറപ്ഷനും ഡ്രഗും കൺട്രോൾ ചെയ്യുക എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഒരു നാട് നശിക്കാൻ വേണ്ടി അവിടെ ആവുന്ന ഘടകങ്ങൾ കറപ്ഷനും ഡ്രഗുമാണ്. ഈ കറപ്ഷൻ ഡ്രഗ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്ക് ഒരു നാട്ടിലെ ഏകദേശം ക്രൈംസ് ഒക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പൊ അതിനുവേണ്ടി ഞാനിപ്പോ ഒരു 8 years ആയിട്ട് ഈ ഏജൻസിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്ര ഇന്റർനാഷണൽ ഡ്രഗ് ഡേ ആണ്. അപ്പൊ എനിക്ക് കുറച്ച് അപ്ഡേഷനുകൾ വരുത്താനുണ്ട് നമ്മുടെ സിസ്റ്റത്തിൽ. അപ്പൊ ഒരു കഴിഞ്ഞ പോലെ ഞാൻ ഇതേപോലെ പ്രസ് മീറ്റ് നടത്തിയാണ്, പക്ഷെ ഞാൻ ഒറ്റയ്ക്ക് ആയതുകൊണ്ട് അങ്ങനെ എവിടെയും ഇത് വന്നിട്ടില്ല. അപ്പൊ ഞാൻ ഈ പ്രസ് മീറ്റ് നടത്താമെന്നുള്ള ഇതിൽ വന്നതാണ്. പ്രിപ്പറേഷൻ ഒന്നും എനിക്കില്ല. ഞാൻ ഇന്നലെയാണ് ബാംഗ്ലൂരിൽ നിന്ന് എത്തിയത്. അപ്പൊ ഈ മീഡിയയിൽ ഈ കഴിഞ്ഞ ആഴ്ച 1 കിലോ MDMA നമ്മുടെ ആലുവ റെയിൽവേ സ്റ്റേഷനിൽ പിടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഈ മനോരമയിലും മാതൃഭൂമി ഫ്ലവേഴ്സ് എല്ലാവർക്കും ഇങ്ങനെ ഫ്ലാഷ് ആയിട്ട് വന്നപ്പോ കഴിഞ്ഞ ആഴ്ച എനിക്ക് ഒരു 5 ലീഡ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ ആലുവയിൽ പറഞ്ഞത് ഇവരൊക്കെ സൈലന്റ് ആയി പോയി. അപ്പൊ ഈ മീഡിയാസിലൊക്കെ ഇത് റിപ്പോർട്ട് ചെയ്യുമ്പോൾ മെയിൻ കോഴ്സ് മാത്രം, അതായത് ഇപ്പോൾ 1 കിലോ അല്ലെങ്കിൽ എത്ര ക്വാണ്ടിറ്റി ഇന്ന സ്ഥലത്ത് പിടിച്ചു, അപ്പൊ മറ്റുള്ളവർക്ക് അലേർട്ട് ആവില്ല. അപ്പൊ ഈ അലേർട്ട് ആവുന്ന ഇതിൽ കുറെ പേര് സൈലന്റ് ആയിരിക്കുകയാണ്. ഇപ്പൊ ഇനിയിപ്പോ 1 മാസം കഴിയണം ഞാൻ ഡ്യൂപ്ലിക്കേറ്റ് നമ്പർ എടുത്തിട്ട് ഇവരൊക്കെ ഫോളോ അപ്പ് ചെയ്ത് വരണമെങ്കിൽ. പിന്നെ നമ്മുടെ നാട്ടിൽ ഇൻഫോമേഴ്സ് കുറവാണ്. അപ്പൊ നമുക്ക് ഇൻഫോമേഴ്സിനെ കൂട്ടാൻ വേണ്ടി മീഡിയ വഴിയേ നമുക്ക് നടക്കുള്ളൂ. അപ്പോ ഞാൻ കുറെ വട്ടം മനോരമയിലും മാതൃഭൂമിയിലൊക്കെ ഞാൻ കയറി ഇറങ്ങിയിട്ടുണ്ട്, പക്ഷെ അവരാരും സപ്പോർട്ട് ചെയ്യുന്നില്ല. എന്താണെന്ന് അറിയില്ല. നമ്മൾ ഫ്രീലാൻസ് ഏജൻസി എന്റെ പാഷനായിട്ടാണ് ഞാൻ ഇത് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ ഈ ഗവൺമെന്റ് സിസ്റ്റത്തിന് ഈ ഡ്രഗ് ഇപ്പൊ ഞാനിപ്പോ ഡ്രഗ് ബാംഗ്ലൂരിൽ പിടിക്കുന്ന വെച്ചാൽ നമുക്ക് 3 ഓപ്ഷൻസ് ഉണ്ട്. റാപ്പിഡോ എന്നുള്ള ബൈക്ക് ടാക്സി ഉണ്ട്. പിന്നെ അവിടെയുള്ള ഷോപ്സുകളിലൊക്കെ പോയിരുന്ന് നമ്മുടെ സ്റ്റാഫുകളെ വിട്ട് സംസാരിച്ച് അതിനെ മാനിപ്പുലേറ്റ് ചെയ്തെടുക്കുകയാണ്. അപ്പൊ ഈ മാനിപ്പുലേറ്റ് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ഇവിടെ ഫണ്ട് ഇനിഷ്യേറ്റ് അഡ്വാൻസ് ഇപ്പൊ ഒരു 10 gram MDMA ഒക്കെ പിടിക്കണമെങ്കിൽ നമുക്കൊരു 3,000 to 2,000 അഡ്വാൻസ് കൊടുത്താൽ അവർക്ക് ആ ട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ നമ്മുടെ ബാംഗ്ലൂർ പോലീസിന് ഫണ്ടിങ് ഉണ്ട്. അവരുടെ ഫണ്ടിങ് തന്നെയാണ്, ഗവൺമെന്റ് ഭാഗത്തുള്ള ഫണ്ടിങ് അല്ല. പക്ഷെ അവർ ഫണ്ട് ആയതുകൊണ്ട് ബാംഗ്ലൂരൊക്കെ നമുക്ക് പെട്ടെന്ന് പിടിക്കാൻ പറ്റുന്നുണ്ട്. കേരളത്തിലാണെങ്കിൽ ഇപ്പൊ പോലീസിനാണെങ്കിൽ NCBക്ക് ഇൻഫർമേഷൻ പാസ് ചെയ്ത് ഇപ്പൊ ട്രെയിനിനോ ഫ്ലൈറ്റിനോ വരുന്ന ആൾക്കാരെ സെർച്ച് ചെയ്ത് കിട്ടിയെന്നുള്ളതാണ്. ചിലപ്പോ അത് കൊറിയർ വരികയായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ബാംഗ്ലൂർ ഞാനിപ്പോ ബാംഗ്ലൂരിൽ പിടിച്ചു കൊടുക്കുന്നത് നിർത്തി. കാരണം എന്താ വെച്ചാൽ ബാംഗ്ലൂരിൽ ഇപ്പൊ ഞാനിപ്പോ ഒരു 10 gram 50 gram MDMA പിടിച്ചു കൊടുത്താൽ അവര് ഒരു 4-5 പേരെ ചേർത്തിട്ട് സ്റ്റേഷനിൽ 3-4 ദിവസം ഇടും. ഇട്ട് കഴിഞ്ഞ് അവര് ഫോൺ കൊടുത്ത് വില പേശാണ്. ആദ്യം 5 ലക്ഷത്തിന് തുടങ്ങും, പിന്നെ 1 ലക്ഷത്തിന് അവസാനിക്കും. അങ്ങനെ ബാംഗ്ലൂർ അപ്പൊ ഈ ഡ്രഗ് പെഡ്ലേഴ്സിന് വളരാനുള്ള സാഹചര്യങ്ങൾ കൂടുതലാണ്. ഇതിന്റെ പ്രകാരം ഞാൻ 2020 നമ്മുടെ ബാംഗ്ലൂർ കമ്മീഷണർ സാറിന്റെ പേര് ഞാൻ പറഞ്ഞത്. അപ്പൊ പുള്ളിക്ക് ഞാൻ ഇത് അയച്ചാണ് എൻക്വയറിക്ക് വന്നത്. അവൻ തീരുന്നത് എന്നോട് ഇത് പുറത്ത് അറിയിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഞാനിപ്പോ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇപ്പൊ ഹൈദരാബാദ്, ബോംബെ, ഡൽഹിയിലൊക്കെ പോയിട്ട് അവിടുന്ന് ഡ്രഗ് പിടിച്ചു കൊടുക്കും. ഇപ്പൊ കേരളത്തിൽ ഇപ്പൊ നമ്മുടെ NCB ഡിപ്പാർട്ട്മെന്റ് ഞാൻ 3 ആളെ പിടിച്ചു കൊടുത്തു. പക്ഷെ നമുക്ക് അത്ര റിക്കവറി കിട്ടുന്നില്ല. ഇപ്പൊ എല്ലാവർക്കും അറിയാം, ഈ വാർത്തകളിലൊക്കെ പറഞ്ഞപ്പോൾ എല്ലാവർക്കും അറിയാം 10 grams മേളിലാണ് ഇന്റർമീഡിയറ്റ് ക്വാണ്ടിറ്റി എന്ന് എല്ലാവർക്കും അറിയാം. അപ്പൊ എല്ലാവരും ഇപ്പൊ എന്തെന്ന് വെച്ചാൽ 5 gram 6 gram MDMA കഞ്ചാവാണെങ്കിൽ 1 kilo താഴെയാണ് എല്ലാവരും ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് പിടിക്കാനൊക്കെ ഭയങ്കര പാടുണ്ട്. ഈ മീഡിയാസിനെ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ മീൻസ് ഇപ്പൊ വീക്ക്ലി എല്ലാ ദിവസവും ഇപ്പൊ ന്യൂസിൽ അപ്ഡേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇൻഫോമേഴ്സ് കൂട്ടാൻ വേണ്ടിയുള്ള എന്തെങ്കിലും മാർഗം കണ്ടെത്തി അപ്ഡേറ്റ് ചെയ്യുകയാണെങ്കിൽ കുറെ ആൾക്കാർ വരും ഇൻഫോമറായിട്ട്. അവരുടെ ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ അപ്പൊ ആർക്കും അറിയാൻ പറ്റില്ല. ആ ആപ്ലിക്കേഷൻ അപ്ഡേറ്റ് ചെയ്യുക, കറക്റ്റ് റിക്കവറി ആണെങ്കിൽ അവർക്ക് റിവാർഡ് കൊടുക്കുക. അങ്ങനെ നമ്മൾ ഇൻഫോമേഴ്സിനെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ നമ്മളെ ഇപ്പൊ നമ്മൾ PT ഇതൊക്കെ ഉണ്ട്, PT പീരീഡ് ഒക്കെ ഉണ്ട് സ്കൂളിൽ. അതേപോലെ നമുക്ക് ഇപ്പൊ ഒരു 5ാം ക്ലാസ് to 12ാം ക്ലാസ് വരെ ഒരു ലീഗൽ സ്റ്റഡീസ്, അതൊരു PT പീരീഡ് പോലെ തന്നെ ടേമില്
ചെയ്തു കഴിഞ്ഞാൽ ഈ വരുന്ന ഈ ആൾക്കാർക്ക് അതൊരു പ്രചോദനമാകും. വെച്ചാല് പേടിക്കണ്ട, ഇൻഫോം ചെയ്താൽ ഇൻഫോർമേഷൻ മാത്രമാണ് കൊടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് അവരതിന്റെ പുറകെ നടക്കുന്നോ അല്ലെങ്കിൽ ഇതിന്റെ ഫോളോ അപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ ഇൻഫോർമേഴ്സിനെ കൂട്ടിയാലേ നമുക്ക് ഡ്രഗ് കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ ഞാൻ ഡൽഹി പോയിട്ട് ഒരു ടീമിനെ പിടിച്ചു കൊടുക്കാൻ വേണ്ടി പോയി. അപ്പൊ ഡൽഹി റെയിൽവേ സ്റ്റേഷന്റെ തൊട്ട് സൈഡിൽ സർദാർ ബസാറുണ്ട്. അവിടെ പോലീസ് ചെക്ക് പോസ്റ്റ് ഉണ്ട്. അവിടെ റോഡ് സൈഡിലെ ചാക്കിലാണ് MDMA കഞ്ചാവൊക്കെ വിൽക്കുന്നത്. ചാക്കിൽ ഓപ്പണായിട്ട്. അപ്പൊ ഞാൻ അവിടെ 112 വിളിച്ച് അവിടെ പോലീസ് വന്നപ്പോ അവരെല്ലാം ഒതുക്കി. 5 മിനിറ്റ് പോലീസ് പോയി. വീണ്ടും അതേപോലെ ഇതായി. തൊട്ടപ്പുറത്ത് സ്മൃതി ഇമ്രാനിയുടെ ഒരു ലോറിയിൽ ഒരു പരിപാടിയാണ്. ഞാൻ ഈ പറഞ്ഞത് 2 കൊല്ലം മുമ്പുള്ള ഒരു കാര്യമാണ്. അപ്പൊ ഇവരാരും ഡ്രഗ് കൺട്രോൾ ചെയ്യാൻ നാട് നന്നാക്കണമെന്നുള്ള ഒരു അലർട്ടൊന്നും ഇല്ല. പക്ഷെ ഇത് ചെയ്യാൻ പറ്റും. ഇപ്പൊ സ്വാതന്ത്ര്യം കിട്ടിയിട്ട് നമുക്ക് ഒരു 100 കൊല്ലം തികയാൻ പോകുന്നു. ഇപ്പൊ 25-26 കൊല്ലം കഴിഞ്ഞു. അപ്പൊ ഈ ഒരു ഗ്യാപ്പിലേക്ക് നമുക്ക് 100 കൊല്ലം ആകുമ്പോഴേക്കും നമുക്ക് ഡ്രഗും കറപ്ഷൻ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു തീമിലാണ് ഞാൻ എന്റെ ഏജൻസി സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ നമ്മുടെ ഈ ബാംഗ്ലൂരിൽ നിന്നാണെങ്കിൽ കൊറിയേഴ്സ് ഒക്കെ കുറച്ച് വരുന്നുണ്ട്. അപ്പൊ ഈ കൊറിയേഴ്സ് ഇപ്പൊ DHL TTDC ഒക്കെ ആണെങ്കിൽ അവർ പാർസൽ ഓപ്പൺ ചെയ്തിട്ട് അവർ നോക്കിയിട്ടാണ് അവരുടെ സീലാണ് വെച്ച് പാർസൽ ചെയ്യുന്നത്. അപ്പൊ എല്ലാ കൊറിയേഴ്സ് ഓഫീസിലും ഇങ്ങനെയല്ല. അപ്പൊ 1 to 2 കിലോഗ്രാം വരുന്ന പാർസലൊക്കെ അവിടെ വന്നിട്ട് വേണം സീൽ ചെയ്യാൻ വേണ്ടി. അപ്പൊ അങ്ങനെ കുറച്ച് ഡ്രഗ്സ് ഇൻഡസ്ട്രി ട്രാൻസ്പോർട്ട് ഒക്കെ നമുക്ക് കുറയ്ക്കാൻ പറ്റും. പിന്നെ നമ്മുടെ ഈ ഇൻഫോമേഴ്സിന് റിവാർഡ് കൊടുക്കുക. അത് റിവാർഡ് കൊടുത്താലാണ് നമുക്ക് സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ ഇവരെ പ്രൊമോട്ട് ചെയ്ത് നമുക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ. പിന്നെ ചെക്ക് പോസ്റ്റിലൊക്കെ ആണെങ്കിൽ ഇപ്പോ ഇന്നലെ ഞാൻ നേടിക്കിട്ടാൻ വേണ്ടിയാണ്. പക്ഷെ ഇവർക്ക് ഇതറിയാം. പക്ഷെ ഇവർക്ക് എന്തുകൊണ്ട് ഇവർ അവയർനെസ് കൊടുക്കുന്നില്ല ജനങ്ങൾക്ക്, അല്ലെങ്കിൽ ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടതൊന്നും പറഞ്ഞു കൊടുക്കുന്നില്ല. ശരിക്കും പറഞ്ഞാൽ നമുക്ക് തന്നെ ഒരാൾക്ക് ഒരു ഇൻഡിവിജ്വലിന് ഇപ്പോൾ കുറേ ആപ്ലിക്കേഷൻ കേന്ദ്ര സർക്കാർ ഇപ്പോൾ ഒരു സ്ഥലത്ത് വേസ്റ്റ് കൂടി കിടക്കുകയാണെങ്കിൽ ഒരാഴ്ച കൊണ്ട് ആ വേസ്റ്റ് ക്ലിയർ ചെയ്യാനുള്ള ആപ്ലിക്കേഷൻ വരെ കേന്ദ്ര സർക്കാർ ഇറക്കിയിട്ടുണ്ട്. പക്ഷേ ഇതിനെക്കുറിച്ചുള്ള അവയർനെസ് ഇത് എങ്ങനെ ചെയ്യും അതിനൊരു ബോധവൽക്കരണം കൊടുക്കുന്നില്ല. അപ്പോൾ ഈ പൊളിറ്റിക്കൽ പാർട്ടീസ് ആണെങ്കിലും ഗവൺമെൻറ് ആണെങ്കിലും ഇത് മുതലെടുക്കുകയാണ്. അങ്ങനെയാണ് ഇവർ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ജനങ്ങൾ ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ അവരുടെ ആവശ്യമില്ല, ഓൾമോസ്റ്റ് അവരുടെ ആവശ്യമില്ല ശരിക്കും പറഞ്ഞാൽ. കാരണം ഇപ്പോൾ എല്ലാം കമ്പ്യൂട്ടേഴ്സ് റോബോട്ടിക്സായി. ഡൽഹി, ബോംബെ ഇവിടുത്തെ കറപ്ഷനാണ്. ഇവിടെ വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ടീമിനെ പിടിക്കും, 5-6 ചെയിനെ ക്രിയേറ്റ് ചെയ്യും, 5 ലക്ഷം രൂപ വെച്ച് വിലവേശും, 1 ലക്ഷത്തിന് ഒഴിവാക്കി വിടും. അപ്പോൾ ഇവർക്കത് ഡ്രഗ് ഫ്ലറിഷ് ചെയ്യാനുള്ള ഒരു ഗ്യാപ്പ് കിട്ടുകയാണ്. അവിടുത്തെ പോലീസുകാരാണെങ്കിലും ഒരു വേറെ ആക്ഷനും ഇല്ല. അപ്പോൾ ഈ ഡ്രഗ്സൊക്കെയാണ് കേരളത്തിലോട്ട് വരുന്നത്. അപ്പോൾ കേരളത്തിലോട്ട് വരുമ്പോൾ ഇവിടെ ചെക്ക് പോസ്റ്റ് ചെക്കിംഗ് ഇല്ല. കേരളത്തിൽ ഇവരെ പിടിക്കാനുള്ള സംവിധാനം, ഇൻഫോമേഴ്സ് ഇല്ലാണ്ട് ഇവർക്ക് പിടിക്കാനുള്ള സംവിധാനവും ഇല്ല കേരളത്തിൽ. അങ്ങനെ നമ്മുടെ കേരളത്തിൽ അങ്ങനെയാണ് ഇത്രയും ഡ്രഗ്സ് കേരളത്തിൽ വരുന്നത്. ഇപ്പോൾ ഇന്നാൾ നമ്മൾ കണ്ടു, 1 മാസം മുമ്പ് തൃപ്പൂണിത്തുറയിൽ 500 ഗ്രാം MDMA പിടിച്ചത്. അത് ജസ്റ്റ് പോലീസ് ചെക്കിങ്ങിലാണ് പിടിച്ചത്. ഈ 500 ഗ്രാം MDMA ശരിക്കും പറഞ്ഞാൽ ചെക്ക് പോസ്റ്റിൽ വെച്ചിട്ട് ചെക്ക് ചെയ്ത് ഒരു പോലീസ് സ്റ്റോക്കിനെ ചെക്ക് ചെയ്ത് അവിടെ പിടിക്കേണ്ട കാര്യമായിരുന്നു. ഇപ്പോൾ തൃപ്പൂണിത്തുറ പോലീസ് ചെക്കിങ്ങിൽ ഇവർ പാനിക് അല്ല എന്നുള്ള അവസ്ഥയാണെങ്കിൽ ഈ 500 ഗ്രാം ഇപ്പോൾ നമ്മൾ നാട്ടിലെല്ലായിടത്തും വൈഡ് സ്പ്രെഡായി പോയേനെ. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇത് കൺട്രോൾ ചെയ്യാനുള്ള ഒരു ഉദ്ദേശമാണ് ഞാൻ. ഇപ്പോൾ ഇന്ന് ഇൻ്റർനാഷണൽ ഡ്രഗ് ഡേ ആണ്. അപ്പോൾ എനിക്കിത് എങ്ങനെയെങ്കിലും ഇത് കൺട്രോൾ ചെയ്തേ പറ്റും. ഞാനിപ്പോൾ എൻ്റെ ഇൻവെസ്റ്റ് ചെയ്തൊരു 10 ലക്ഷം രൂപ തന്നെ ഈ 9 കൊല്ലമായിട്ട് ഡ്രഗ് പിടിക്കാൻ ഇപ്പോൾ നമ്മുടെ തേവര ACP രാജ്കുമാർ സാറിൻ്റെ ഒരു സ്കോറിന് വേണ്ടി തന്നെ 4000 രൂപ ഞാൻ കൊടുത്തിട്ടാണ് ഞാൻ പിടിച്ചു കൊടുത്തത്. ഞാൻ അവിടുന്ന് പൈസ വാങ്ങാൻ തിരിച്ച് മേടിക്കാനൊന്നും പോലും. ഞാൻ എൻ്റെ പാഷനായിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. അപ്പോൾ ഡ്രഗും കറപ്ഷനും എനിക്ക് കൺട്രോൾ ചെയ്യണമെന്ന് ഭയങ്കര വലിയ ആഗ്രഹമുണ്ട്. അപ്പോൾ ഞാൻ ACയുടെ നാർക്കോട്ടിക്സിൻ്റെ അഭിപ്രായ പ്രകാരമാണ് ഞാനിന്ന് ഒരു പ്രസ് മീറ്റ് നടത്താമെന്നതിനോട് മിനിഞ്ഞാന്ന് പറഞ്ഞത്. അപ്പോൾ ഞാൻ ഇന്നലെ തന്നെ രാത്രി ട്രെയിൻ കയറി, ഇന്ന് രാവിലെയാണ് എത്തിയത്. ഇപ്പോൾ നമ്മുടെ ഈ ജനങ്ങൾ ഇപ്പോൾ പോലീസിനൊക്കെ ഇൻഫോം ചെയ്യാറുണ്ട്. ഇപ്പോൾ അവർ ഇൻഫോം ചെയ്യണ ഏത് സാഹചര്യത്തിൽ വെച്ചാൽ അവർക്ക് ഇവരെ കൊണ്ട് ബുദ്ധിമുട്ടുണ്ടാവും. ആ ടൈമിൽ മാത്രമാണ് ഈ ആൾക്കാർ പോലീസിനോ എക്സൈസിനോ ഇൻഫോം ചെയ്യുന്നത്. അതുവരെ അവർ സഹിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ സഹിച്ചിരിക്കേണ്ട ആവശ്യമില്ല ഈ ആൻറ്റി സോഷ്യലിൻ്റെ മുമ്പിൽ. അപ്പോൾ ഒരു ആപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ നമുക്കത് അപ്ഡേറ്റ് ചെയ്യാം. ഇപ്പോൾ തുണാന്നുള്ള ആപ്ലിക്കേഷൻ ഉണ്ട്, അങ്ങനെ എല്ലാ സ്റ്റേറ്റിലും അതായത് ആപ്ലിക്കേഷൻസ് ഉണ്ട്. അപ്പോൾ ഈ ഡ്രഗ് ഇൻഫോം ചെയ്യാൻ വേണ്ടി നമുക്കൊരു ആപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ അത് എക്സാക്റ്റ് ആയിട്ട് ആ ഡ്രഗ് റിക്കവർ ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്ക് അവർക്ക് റിവാർഡ് കൊടുക്കാം. ഒരു 5000 രൂപ 2000 രൂപ അവർക്ക് കൊടുത്താൽ മതി. അതൊരു പ്രശ്നമില്ല ഗവൺമെൻറ്റിന്. പിന്നെ അതുമാത്രമല്ല, ഇപ്പം നമ്മുടെ കേരളത്തിൽ യോദ്ധാവ് എന്നുള്ളൊരു ഇതുണ്ട്, ഫോൺ നമ്പർ, അവരാണ് പിടിക്കുക. പക്ഷെ അവരെ വിളിച്ചു കഴിഞ്ഞാൽ കിട്ടൂല. വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ വേണമെങ്കിൽ ഞാൻ കാണിക്കാം. ഇപ്പോൾ വിളിച്ചാലും വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാലും കിട്ടൂല. നമുക്കൊരു ക്വിക്ക് ആക്ഷൻ, ഒരു അറ്റ്ലീസ്റ്റ് ഒരു 15 മിനിറ്റ്സ് 20 മിനിറ്റ്സിനുള്ള ആക്ഷൻ ഇവരെ പിടിക്കണമെങ്കിൽ എന്തെങ്കിലും സംവിധാനം വേണം നമ്മുടെ കേരളത്തിൽ. ഇതിപ്പോൾ യോദ്ധാവ് എന്നുള്ള നമ്പർ, ടോൾ ഫ്രീ നമ്പർ കൊടുത്തിട്ടും വിളിച്ചാലും എടുക്കൂല. ചിലപ്പോൾ അൺറീച്ചബിൾ ആയിരിക്കും, ചിലപ്പോൾ റിപ്ലൈ ഉണ്ടാവില്ല.
മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ബാംഗ്ലൂർ എനിക്കിപ്പോൾ പിടിച്ചു കൊടുക്കാൻ വയ്യ. കാരണം എന്ന് വെച്ചാൽ അവിടെ പൈസയാണ്, കറപ്ഷനാണ്. അപ്പോൾ എനിക്ക് 1 ലക്ഷം രൂപ തരാമെന്നൊരു ഓഫർ ഉണ്ട്. ഇപ്പോൾ നിങ്ങൾ എൻ്റെ ഒപ്പം വന്നാൽ അല്ലെങ്കിൽ എൻ്റെ നിരവധി പ്രൂഫ്സ് ഉണ്ട്. കെട്ടി തൂക്കിയിട്ട് അടിച്ചവർ എന്നെ വിളിക്കണതും പൈസയ്ക്ക് വേണ്ടി പോലീസുകാർ, ഡ്രഗ് ഇല്ലാണ്ട് അത് 1 ഗ്രാമിനാണ്. ഇപ്പോൾ കേരളത്തിൽ 1 ഗ്രാം പിടിച്ചു കഴിഞ്ഞാൽ എന്താണ് ഇത് നമുക്കറിയാം. ഒരു എഫ്ഐആർ എടുക്കും, അവരകത്ത് വിടും, അല്ലെങ്കിൽ പെറ്റി കേസാകും. പക്ഷേ ബാംഗ്ലൂർ അങ്ങനെയല്ല. ഒരു 10 ഗ്രാം 50 ഗ്രാം പിടിച്ചാലും ഒരു 1 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ നമുക്ക് 1-2 ദിവസം കൊണ്ട് ഇറങ്ങി പോവാം. അതിന് ഇവർ തന്നെ വേ ഉണ്ടാക്കും, പോലീസുകാർ തന്നെ. അവർ ഫോൺ തരും, സെല്ലിൻ്റെ അകത്തോട്ട് വിളിച്ചോളാൻ പറയും. ഫുഡും വാങ്ങിച്ച് അവർ അടി പിടിയൊന്നുമില്ല. ഫസ്റ്റ് പിടിക്കുമ്പോൾ അടി പിടി മാത്രമേ ഉള്ളൂ, ഒന്ന് പേടിപ്പിക്കാനുള്ള. അപ്പോൾ ബാംഗ്ലൂർ, ഞാനിപ്പോൾ ബാംഗ്ലൂർ, ഹൈദരാബാദും ബോംബെയിലൊക്കെ അവർ പിടിച്ചു കൊടുക്കാൻ നിർത്തി. ഇപ്പോൾ കേരളത്തിൽ പിടിച്ചു കൊടുക്കുമ്പോൾ ഇവർക്ക് ഇതില്ല, സിസ്റ്റവും ഇല്ല ഇവർക്ക് കറക്റ്റ്. ഇങ്ങനെ ഇപ്പോൾ മറൈൻ ഡ്രൈവിൽ പോലീസുകാർ പോയാലും അവർ ഇങ്ങനെ നോക്കിയിട്ടില്ലെങ്കിൽ ഓക്കെ. പക്ഷെ അവരുടെ ആ സ്ഥലത്തൊരു പോസ്റ്റിൻ്റെ അടിയിലോ അവിടെ എവിടെ എടുത്തെങ്കിലും ഒക്കെ ഇട്ടിട്ടുണ്ടാവും. അപ്പോൾ ബയ്യർ വരുമ്പോൾ അത് എടുത്ത് കൊടുക്കും. അതേസമയം ഇവർക്ക് ഈ മെഷീൻ ഉണ്ടെങ്കിലോ അവർക്ക് ടെസ്റ്റ് ചെയ്യാമല്ലോ. ഇപ്പോൾ വെള്ളം അടിക്കുമ്പോൾ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നില്ലേ പോലീസ് ചെക്കിങ്ങിൽ, അതേപോലെ ടെസ്റ്റ് ചെയ്ത് പോവാം. അപ്പോൾ ഇതിനുള്ള ഫണ്ടിങ് ഒന്നും ഇവർ ചെയ്യുന്നില്ല. ഈ ക്യാമറയ്ക്കൊക്കെ ഫണ്ടിങ് ചെയ്തു, പല അനാവശ്യ കാര്യങ്ങളൊക്കെ ഫണ്ടിങ് ചെയ്തു. പക്ഷേ നമുക്ക് ഡ്രഗും കറപ്ഷൻ കൺട്രോൾ ചെയ്യാനുള്ള ഒരു മെഷർ നമ്മുടെ കേരള ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് എടുക്കുന്നില്ല. എന്താണെന്ന് എനിക്ക് അറിയാൻ പാടില്ല. അപ്പോൾ ഞാൻ കുറേ വട്ടം PMOക്ക് അവിടേക്ക് അപ്പോയിൻമെൻ്റ് ഒക്കെ എടുത്ത്, ഇപ്പോൾ നമ്മുടെ പ്രസിഡൻറ്റ് ഹൗസിൽ ഞാൻ ഒരു അപ്പോയിൻമെൻറ്റ് എടുത്ത് 2 കൊല്ലം മുമ്പ് ഡൽഹി പിടിച്ചെടുക്കാൻ വേണ്ടി പോയപ്പോൾ. പക്ഷേ അവർ പാസ് തരുന്നില്ല. അങ്ങനെ ഞാൻ ഒറ്റയ്ക്കാണ്, എനിക്ക് ഫ്രണ്ട്സും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് എൻ്റെ പാഷനായിട്ട്, എൻ്റെ ബിസിനസ്സും കാര്യങ്ങളായിട്ട് ഞാനിങ്ങനെ പോകുന്നതാണ്. അപ്പോൾ എൻ്റെ ഒരു പാഷൻ, ഞാനിപ്പോൾ ഇൻഡിപെൻഡൻറ്റ് കാൻഡിഡേറ്റ് ഈ ലോക്സഭാ ഇലക്ഷനിൽ മത്സരിച്ചിട്ടുണ്ടായി, രോഹിത് കൃഷ്ണൻ എന്നാണ് എൻ്റെ പേര്. അപ്പോൾ എൻ്റെ വാഗ്ദാനം തന്നെ എറണാകുളം ഇന്ത്യയിലെ ആദ്യ മറ്റേ ഡ്രഗ്സും കറപ്ഷനും കൺട്രോൾ ചെയ്യാന്നുള്ള ഒരു വാഗ്ദാനമായിരുന്നു. അവിടെ തീർന്നു അത്. അപ്പോൾ ആരും ഇത് പ്രൊമോട്ട് ചെയ്യുന്നില്ല. നമുക്ക് ഈ ഡ്രഗും കറപ്ഷനും കൺട്രോൾ ചെയ്താലാണ് ഒരു നാട്ടിലൊരു അതിൻ്റെ ഒരു പീസ്, അല്ലെങ്കിൽ ഒരു എക്കണോമി സോഷ്യൽ സ്റ്റാറ്റസ് ഒക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പള്ളിയിൽ എനിക്കൊരു കഞ്ചാവിൻ്റെ പാക്കറ്റ് കിട്ടും, അല്ലെങ്കിൽ എന്താണ് ഇപ്പോൾ MDMA കിട്ടും. ഇപ്പോൾ 5-6 ഡീൽ എൻ്റെ കയ്യിൽ ഫോണിലുണ്ട്. എൻ്റെ ഫോണിലൊക്കെ ഞാൻ അവരെ വെയിറ്റിംഗ് ലിസ്റ്റിൽ നിന്ന് VL എന്നിട്ടാണ് സേവ് ചെയ്തേക്കണം. കുറേ പേരുണ്ട്. അപ്പോൾ നമുക്ക് ഈ പോലീസിൻ്റെ എക്സൈസിനെ ബാംഗ്ലൂർ അവരുടെ എല്ലാവരുടെയും ഭാഗത്ത് ലീഡ്സ് ഡെയിലി 5-6 ലീഡ്സ് ഡെയിലി കിട്ടും. അപ്പോൾ നമ്മളൊരു സ്റ്റാഫുകളെ വെച്ചിട്ട് ഇവരെ വിളിച്ച് കോൺടാക്ട് ചെയ്ത് മാനിപ്പുലേറ്റ് ചെയ്ത് എടുത്തിട്ടാണ് ഇവർ പിടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇത്രയും ഇനിഷ്യേഷൻ പോലും, ഞാൻ ചെയ്യുന്ന ഇനിഷ്യേഷൻ പോലും പോലീസിന് ഓക്കെ. അപ്പോൾ അവർക്ക് വേറെ ഡ്യൂട്ടീസ് ഉണ്ട്, പക്ഷേ പവർ കൊടുക്കുന്നില്ല കേന്ദ്ര സർക്കാരാണെങ്കിൽ പോലും. ഇപ്പോൾ ബാംഗ്ലൂർ ISD എന്നുള്ളൊരു ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്, നമ്മുടെ ബിനീഷ് കൊടിയേരിയുടെ പുള്ളിനെ പിടിച്ച ടീംസ്. അവർ പോലും പൈസ വാങ്ങിച്ചാണ് വിടുക. അതിൻ്റെ തെളിവുകൾ എൻ്റെ അടുത്തുണ്ട്. നമ്മുടെ ഒരു ടീമിനെ ബാംഗ്ലൂരിൽ പിടിച്ചിട്ട് അവർ 1 ലക്ഷം രൂപ വാങ്ങിച്ചിട്ട് വിടുക. അതിൻ്റെ വീഡിയോ എൻ്റെ യൂട്യൂബ് ചാനലുണ്ട്. അങ്ങനെ നിരവധി ആൾക്കാർ കറപ്ഷനാണ് വളർന്നു വന്നത്. കറപ്ഷൻ കാരണം എന്തുകൊണ്ടാണ് പ്രശ്നം വെച്ചാൽ കേരളത്തിലാണ് പ്രശ്നം. അവിടുന്ന് ഡ്രഗ്സ് ഇങ്ങോട്ട് വന്നുകൊണ്ടേയിരിക്കുന്നതാണ്. അപ്പോൾ അയാളുടെ ഇരട്ടപ്പേര് ചാത്തെന്നോ അങ്ങനത്തോണ്. അയാൾ നമ്മുടെ ഇവിടെ ചോയ്സ് അവനുള്ള സ്കൂളുകൾ, ഈ ഹൈ പ്രൊഫൈൽ സ്കൂളുകളിലെ പിള്ളേരെ ഈ കടവന്ത്രയിൽ 3-4 അപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട്, അവിടെ കൊണ്ടുപോയിട്ട് പീഡിപ്പിച്ച് അവരെ കൊണ്ടാണ് ഡ്രഗ് സെയിൽ ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ ആ ഇൻഫോമറിനെ ഞാൻ ഇന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. പുള്ളി പക്ഷേ വന്നില്ല. പുള്ളി മുളകുപാടുള്ളതാണ്, അല്ലെങ്കിൽ പുള്ളിയും ഉണ്ടാവേണ്ടതായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഇപ്പം ഉണ്ട്. സംഭവം എന്ന് വെച്ചാൽ ഇങ്ങനെ പീഡിപ്പിച്ചൊരു ഡ്രഗ്സ് വിൽക്കുന്ന ഒരു ടീമുണ്ട് കടവന്ത്രയിൽ. അപ്പോൾ അവരെ പിടിക്കാനുള്ളൊരു പരിപാടിയാണ്. പക്ഷേ ഇവരെ നമുക്ക് പിടിക്കണമെങ്കിൽ ഇപ്പോൾ ഈ പിള്ളേരെന്ന് പറഞ്ഞാൽ ഇപ്പോൾ കോളേജിൽ പഠിക്കുന്ന പിള്ളേരൊക്കെ 18 ഇയേഴ്സ് ഓൾഡറാണ്. അപ്പോൾ അവർക്കൊക്കെ ഈ അപ്ഡേഷനൊക്കെ നേരത്തെ വരേണ്ടതാണ്. അതിനാണ് ഞാൻ പറഞ്ഞത് 5ാം ക്ലാസ് തൊട്ട് 12ാം ക്ലാസ് വരെ ഈ പീരീഡ് പോലെ ഈ ലോയിനെ കുറിച്ച്, അല്ലെങ്കിൽ ബേസിക് കോൺസ്റ്റിറ്റ്യൂഷൻ റൈറ്റ്സിനെ കുറിച്ചൊക്കെ പഠിപ്പിക്കുകയാണെങ്കിൽ അവർക്ക് ഈ അവസ്ഥ വരില്ല ഇന്ന്. ഇപ്പം ഇന്നും അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഇന്ന് അവരെ ഇന്നല്ലെങ്കിൽ നാളെ പിടിക്കാൻ പറ്റുമെന്നുള്ള ഇതിൽ നിൽക്കുന്നതാണ്. എങ്ങനെയാണെന്ന് അറിയില്ല. അത് ഇൻഫോമറിൻ്റെ ഇതുപോലെ ഇരിക്കും, എന്നിട്ടാണ് NCBക്ക് കൈമാറാൻ വേണ്ടി. അപ്പോൾ ഇതാണ് എനിക്ക് പറയാനുള്ളത്. ഇന്ന് ഞാൻ ഈ 9 വർഷമായിട്ട് ഈ ഫീൽഡിലായതുകൊണ്ട് എനിക്ക് അറിയാം ഇതിപ്പോൾ പോലീസാണെങ്കിൽ അവർക്ക് പോലും പറയാൻ പറ്റില്ല. അവർ പറഞ്ഞാൽ അവർ ഗവൺമെൻറ്റിന് ആക്ഷൻ ഉണ്ടാവും. അപ്പോൾ ആരും പറയുന്നില്ല. പോലീസാണെങ്കിലും ഇവർ NCB ആണെങ്കിലും കാര്യമാണോ? അതെ, ഇൻഫോമർ ഈ ഡിപ്പാർട്ട്മെൻറ്റ്സിന് ഇങ്ങനെ ഇൻഫോർമേഷൻ പാസ് ചെയ്യണം. ഇന്ന സ്ഥലത്ത് നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അല്ല, ഇൻഫോമറിനെ കുറിച്ചുള്ള വിവരങ്ങൾ മാധ്യമങ്ങളിൽ പുറത്ത് വന്നില്ല. മാധ്യമങ്ങൾ എന്താ വന്നെന്ന് വെച്ചാൽ ഇപ്പോൾ ആലുവയിൽ 1 കിലോ MDMA പിടിച്ച്. ഈ MDMA പിടിച്ചെന്ന് പറയുമ്പോൾ ഇവരുടെ ഫോട്ടോ, ഭയങ്കര മ്യൂസിക് കിട്ടി, ഇവരുടെ ഫോട്ടോ, എവിടെ നിന്നാണ് സ്ഥലം പിടിച്ചത്,
എന്നൊക്കെ ഇവർ മാധ്യമത്തിൽ തന്നെയാണല്ലോ, ഇങ്ങനെ അലേർട്ടായി തന്നെയാണല്ലോ എക്സ്ക്ലൂസീവായിട്ട്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ മറ്റുള്ള പെഡ്ലേഴ്സ് ഉണ്ടല്ലോ നമ്മുടെ നാട്ടിൽ, ചെറുകിട അല്ലെങ്കിൽ ഇവർ കൊടുക്കാൻ വന്ന ആൾക്കാർ, അവരൊക്കെ സൈലൻ്റ് ആയി പോകും. മെയിൻ പോയിന്റ്സ് കൊടുത്തോട്ടെ മാധ്യമം, അത് അവരുടെ ഫ്രീഡമാണ് ഇങ്ങനെ ഇത് പബ്ലിഷ് ചെയ്യുന്നത്. പക്ഷേ ഇത് നമ്മുടെ ഇതിൽ ഇല്ല, ഇൻഫോമറിൻ്റെ വിവരമല്ല, ഈ പിടിക്കുന്ന ആൾക്കാരില്ല, സപ്ലയർ, ഈ സപ്ലയറുടെ വിവരങ്ങൾ കൊടുക്കരുത്. മെയിൻ ഇപ്പോൾ 1 കിലോ MDMA എറണാകുളത്ത് പിടിച്ചു എന്ന് കൊടുക്കാം, ആലുവയിൽ നിന്ന് പിടിച്ചു എന്ന് കൊടുക്കരുത്. ആലുവയിൽ നിന്ന് പിടിച്ചു എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഉള്ളവർ അലേർട്ട് ആവുകയാണ്, മനസ്സിലാവുണ്ട്. അപ്പോൾ അവർ 1 മാസത്തേക്ക് സൈലൻ്റ് ആയിരിക്കും, അവർ അടുത്ത വലിയ ഡീല് നോക്കും. എൻ്റെ എക്സ്പീരിയൻസ് വെച്ചാണ് ഞാൻ ഈ പറയുന്നത്. അപ്പോൾ ഇപ്പോൾ 1 കിലോ ആലുവയിൽ നിന്ന് പിടിച്ചു, അങ്ങനെ അത് അറിഞ്ഞ് ഇപ്പോൾ എനിക്കൊരു 5 ഡീലുകൾ കഴിഞ്ഞ ആഴ്ച നഷ്ടപ്പെട്ടു. ഇപ്പോൾ ഞാൻ വിളിക്കുമ്പോൾ അവർ അതാ പറഞ്ഞത്, അതൊന്ന് ഒതുങ്ങട്ടെ, നിങ്ങൾ ഇതാണ് പറയുന്നത്, മനസ്സിലാണ്. അപ്പോൾ ഈ ഇത്രയും ഇങ്ങനെ എറണാകുളത്ത്, ഇപ്പോൾ ആലുവ എന്ന് പോലും പറയരുത്, എറണാകുളത്ത് നിന്ന് പറഞ്ഞോട്ടെ. അപ്പോൾ നമ്മളിപ്പോൾ ഈ ഒരു പിടിച്ചെന്ന് വാർത്തയെ കൊടുത്തുകൊണ്ട് ആർക്കും ഒരു ഉപകാരമില്ല, മീഡിയക്കാർക്ക് ഉപകാരമില്ല, ജനങ്ങൾക്ക് ഉപകാരമില്ല. എറണാകുളം എന്ന് പറയാലോ, അല്ല അത് അറിഞ്ഞിട്ട് എന്താണ് ഉപകാരം, എന്താണ് ജനങ്ങൾക്ക് ദോഷമേ ഉള്ളൂ അത് അറിഞ്ഞുകൊണ്ട്. അവർ അറിഞ്ഞോ അറിയാതെ അവർക്ക് ദോഷമേ ഉള്ളൂ. കാരണം വെച്ചാൽ അവിടെ ഡ്രഗ് വളർന്നുകൊണ്ടിരിക്കുകയാണ്, പ്രൊമോഷനാണ് അവർക്ക് കിട്ടുന്നത്, മറ്റുള്ളവർക്ക് പ്രൊമോഷനാണ്. ആ, പോലീസിന് അറിയാലോ, അവരല്ലേ പിടിക്കുന്നത്, അല്ലെങ്കിൽ അതാത് ഏജൻസിയിലെ പിടിക്കും. ഇപ്പോൾ എക്സൈസ് ആണെങ്കിലും അവർ അങ്ങോട്ട് ഇൻ്റർലിങ്ക് ഉണ്ട്, അവർക്ക് അറിയാം ഇൻഫോർമേഷൻ, അവർക്ക് ഗ്രൂപ്പ് ഉണ്ട്, വാട്സപ്പ് ഗ്രൂപ്പൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്കെല്ലാം അറിയാം. ഇപ്പോൾ നമ്മളിപ്പോൾ ഇത് വാർത്ത വന്നോന്നില്ല, ഇപ്പോൾ ഒരുത്തിനെ പിടിക്കുമ്പോൾ മറ്റൊരു നമ്പർ അവരുടെ ഫോണിൽ നിന്ന് എടുത്ത് അവർ സേവ് ചെയ്യും, അതിൽ മറ്റുള്ള ഗ്രൂപ്പുകളിലൊക്കെ FB നമ്പർ. അപ്പോൾ അവർ ഇൻറ്റേർണലി അവർ വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ മീഡിയാസിൽ ഇങ്ങനെ ഫ്ലാഷ് നല്ല പ്രൊജക്റ്റ് ചെയ്ത് വരുമ്പോൾ മറ്റുള്ളവർക്ക് അത് പ്രൊമോഷനാണ്, മനസ്സിലാവുന്നുണ്ടോ. അപ്പോൾ അവർ അടുത്ത പ്രാവശ്യം ചെയ്യുമ്പോൾ അലേർട്ടായിരിക്കും, എന്നാൽ ആലുവയിൽ ഇറങ്ങണ്ട, നമുക്കെന്നാൽ തൊട്ടപ്പുറത്ത് ഇറങ്ങാം, അല്ലെങ്കിൽ അവിടെ ഇടാം. അങ്ങനെ പല മാർഗ്ഗങ്ങളുണ്ട്, പല അലേർട്ടായിക്കൊണ്ടിരിക്കുകയാണ്, മനസ്സിലാവുന്നു. അങ്ങനെ അപ്പോൾ ഇങ്ങനെ സ്വാതന്ത്ര്യമാണെന്നാണ് പറയുന്നത്, അവർക്കൊന്നും ചെയ്യാനില്ലെന്നാണ് പറയുന്നത്. ആ, അപ്പോൾ എന്നോട് ഇത് ആ ആ ആ അതെ 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 പോലീസിന് ആ അല്ല, ഗവൺമെൻറ് സപ്പോർട്ട് ചെയ്യും. ഇപ്പോൾ അവർക്ക് നാളെ ഒരു പ്രശ്നം, ഇപ്പോൾ ഞാൻ ഫ്രീലാൻസാണ്, എനിക്കിപ്പോൾ എന്ത് വന്നാലും എനിക്ക് ഫ്രണ്ട്സും കാര്യങ്ങളൊന്നും, ഞാൻ ഒറ്റയ്ക്ക് എൻ്റെ പാഷനായിട്ടാണ് ഞാനിത് കൊണ്ടു നടക്കുന്നത്. അപ്പോൾ നമ്മളെപ്പോലെ ഇൻഫോർമേഴ്സ് കൂടിയാലാണ് അവർക്ക് സപ്പോർട്ട്, ഈ പോലീസ് NCBക്കൊക്കെ സപ്പോർട്ട് കിട്ടുള്ളൂ. എനിക്ക് എനിക്കിതേ ഇന്നലെ അല്ല, എനിക്ക് തെറ്റുണ്ടായിരുന്നു, എനിക്ക് ഇന്നലെയും കൂടി തെറ്റുണ്ടായി. നോർത്ത് സ്റ്റേഷൻ്റെ CIനെ ഞാൻ വിളിച്ചു പറഞ്ഞു, ഒരു ആക്ഷനും ഇല്ല. ഞാൻ 1-2 കൊല്ലം എൻ്റെ ത്രെട്ടൊക്കെ കേൾക്കണമെങ്കിൽ എനിക്ക് ഭയക്കേണ്ട ആവശ്യമില്ല. എൻ്റെ പാഷനാണ്, എൻ്റെ ഫീൽഡ് അതാണ്, എൻ്റെ പാഷൻ അതാണ്. അതിനാണ് ഞാൻ ഏജൻസി പറയും. എൻ്റെ ഇപ്പോൾ മിനിഞ്ഞാന്ന് ഇപ്പോൾ ഇന്നലെ എനിക്ക് തെറ്റുണ്ടായിരുന്നു, ഇന്നലെ മിനിഞ്ഞാന്ന് ഞാനത് സൈബർ സെല്ലിൽ റിപ്പോർട്ട് ചെയ്ത്, അത് ഇൻറ്റിമേഷൻ പോയി. അത് നാളെ മറ്റുള്ളതിനെ എൻക്വയറിക്ക് വിളിക്കും, അതവിടെ തീർന്ന്, മനസ്സിലാകുന്നുണ്ടോ. അവരൊന്നും ചെയ്യാൻ പോലുള്ള പോലീസ്. എൻ്റെ ഇന്നലെ മിനിഞ്ഞാൽ ഞാൻ CIനെ വിളിച്ച് എന്നെ ഇങ്ങനെ വിളിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ കാര്യം, അത് 1.5 കൊല്ലമായിട്ട് ഇപ്പോൾ എറണാകുളത്ത് കേരളത്തിലെ മെയിൻ ഡ്രഗ് പെഡ്ലേഴ്സ് ഒരു ഗ്യാങ് ആയിട്ട് ഒരുത്തനെ ലീഡ് ചെയ്തിട്ട് വിളിക്കുന്ന ഓഡിയോസാണ് ഇതൊക്കെ. 1.5 കൊല്ലം നമ്മുടെ ACP രാജ്കുമാർ സാറിനൊക്കെ അയച്ചത്. പക്ഷേ അവരൊന്നും ആക്ഷൻ എടുക്കുന്നില്ല, അവർക്ക് ചെയ്യാൻ പറ്റില്ലെന്നാണ് പറയണത്. കാരണം വെച്ചാൽ അവർക്ക് ഇതെടുത്താൽ ഇതിൻ്റെ മേളിലുള്ള സപ്ലയർ ഗവൺമെൻറ്റായിട്ട് പിരിവാറുകളാണെങ്കിൽ അവർക്ക് പ്രശ്നമാണ്. അപ്പോൾ അവർക്ക് എടുക്കാൻ പറ്റില്ല, അവർ ഗവൺമെൻറ് എംപ്ലോയി അല്ലേ. അതെ ACP നേരിട്ടാണ്, രാജ്കുമാർ സാർ നേരിട്ടാണ് ഇപ്പോൾ DYSP നേരിട്ട്. ഇപ്പോൾ എന്നോട് ഇത് കഴിഞ്ഞിട്ട് 10 സമയം കൊണ്ട് AC വരാൻ പറഞ്ഞിരിക്കുന്നത്, നമ്മുടെ മറിയൻ ഡ്രൈവിൻ്റെ ഓപ്പോസിറ്റ് അവിടെയാണ് AC ഇരിക്കുന്നത്. അപ്പോൾ അവനോട് വരാൻ പറഞ്ഞേക്കുന്നുണ്ട്. അവരുടെ മറ്റേ കേരള പോലീസിൻ്റെ ഫേസ്ബുക്ക് പേജിൽ ഇത് അപ്ഡേറ്റ് ചെയ്യാമെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഈ പോലീസാണ് ഇവരാണെങ്കിൽ, പക്ഷേ ഇവർക്കും സപ്പോർട്ട് വേണ്ടേ, ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് ഇവർക്ക് സപ്പോർട്ട്, നല്ലൊരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഈ പോലീസുകാർ എക്സൈസും ചെയ്യാന്നുള്ള കാര്യമേ ഉള്ളൂ. ഇങ്ങനെ പ്രൈവറ്റ് ഏജൻസിയായിട്ട് ഞാൻ പോലും ഇവിടെ ഒന്നും പറയേണ്ട ആവശ്യമില്ല. പക്ഷെ അവർക്കുള്ള അധികാരം കൊടുക്കുന്നില്ല അതിനുള്ള. ഇതാണ് എഡിറ്ററാണ് മിറാസാഗ്. ഞാനൊന്ന് वन भारत वन संघ और जल्दी